ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിന്നു ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ തന്റെ കൂടെയുണ്ട്. എന്തായാലും ഈ സമയത്ത് താൻ ഇനി ഒറ്റയ്ക്ക് പോണ്ട, കിരൺ കൊണ്ടാക്കിക്കോളും. കിരൺ ഒന്ന് കൊണ്ടാക്ക്. ചിന്നു പോയിക്കോ, നീ പേടിക്കണ്ട. പോ. അച്ഛനെ ഓടാൻ വയ്യ. മോള് ഒരു നിമിഷം പരിസരത്ത് നിൽക്കണ്ട, ഞാൻ പൊക്കോ. എന്റെ കാര്യം മോള് നോക്കണ്ട, അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നോളാം. നീ മണിമാനെ കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടി ചെല്ലേ. ഓ ഹലോ സാർ. എന്തായി കിരൺ? മേനോനെ കിട്ടിയോ? ഇല്ല സാർ, മിസ്സായി പോയി. വാട്ട്, മിസ്സായെന്നോ? ഞാനത് അറിയിക്കാൻ വിളിച്ചതാ. ഞങ്ങൾ വന്നപ്പോഴേക്കും അവിടെ ആരും ഇല്ലായിരുന്നു. സാർ, ഇവിടെ സം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചുപേര് പിടിച്ചിട്ടുണ്ട്. അവരെ ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കാം. ഓക്കെ സാർ. അവരെ ഇവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ലൊക്കേഷൻ അയക്കാം സാർ. ഓക്കെ, നിങ്ങളോട് മാറിക്കോ. ഐ വിൽ ഇൻഫോം. ഓക്കെ സാർ. ചിന്നു, ചിന്നു, ദുർഗ, ദുർഗ, ചിന്നു. അല്ല, നീ എന്താ ഇവിടെ? ചിന്നു, നിങ്ങൾ പോയില്ലേ? എന്താ കിരൺ, എന്താ പ്രശ്നം? അത് ഇയാളോട് തന്നെ ചോദിക്കണം. ഞാൻ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ല. അല്ല, ചിന്നു എന്താ ഇവിടെ? ചിന്നുന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. ആദ്യം ചിന്നു പറയേ. തന്നെ അവരെന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? കൊല്ലാനോ? അതെ. എന്താ ചിന്നു, എന്താ സംഭവം? എന്തായാലും താൻ ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആ നരേന്ദ്രൻ എന്ന് പറയുന്നവൻ മിസ്സായി പോയി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചിന്നുവിനെ കൂടുതൽ സൂക്ഷിക്കണം. രമാനിലയത്തിൽ വെച്ച് തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പുറത്തിറങ്ങുമ്പോ ഒന്ന് കരുതിയാ മതി. ഇതെല്ലാം കേട്ടത് വെച്ച് ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ.
താനും അമ്മയും വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ പേടിച്ചൂടെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ. ഏയ് അങ്ങനെയല്ല കിരൺ, ഇവര് രമാനിലയത്തിൽ താമസിക്കുന്നത് തന്നെയാ നല്ലത്. അവിടെ ആവുമ്പോ ഇവരെ സഹായിക്കാൻ അത്യാവശ്യം ആളുകളും ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ. ചിന്നു ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ തന്റെ കൂടെയുണ്ട്. എന്തായാലും ഈ സമയത്ത് താൻ ഇനി ഒറ്റയ്ക്ക് പോണ്ട, കിരൺ കൊണ്ടാക്കിക്കോളും. കിരൺ ഒന്ന് കൊണ്ടാക്ക്. വാ ചിന്നു. ചിന്നു പോയിക്കോ, നീ പേടിക്കണ്ട, പോ. ആന്റി ഉറങ്ങിയില്ലായിരുന്നോ? താനിവിടെ ഇല്ലായിരുന്നോ? എവിടെ പോയിക്കായിരുന്നു? എല്ലാം തന്നോട് പറയണമെന്ന് വല്ല നേർച്ചയുണ്ടോ? ഞാനൊന്ന് പുറത്തു പോയതാ. അത് മനസ്സിലായി. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി. മഹി ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, അതുകൊണ്ട് കിരണെ കാണാൻ പറ്റി. അല്ല, കിരണു ഇയാൾ എവിടെ പോയതായിരുന്നു? തനിക്ക് എന്തൊക്കെ അറിയണം? ഞാൻ പറഞ്ഞില്ലേ പുറത്തു പോയതാണെന്ന്. അതല്ല, രാത്രി ആയതുകൊണ്ട്. രാത്രി ആയതുകൊണ്ട് എന്താ? ഞങ്ങൾക്ക് പുറത്തു പോക്കൂടെ? പോട്ടെ ചിന്നു, മഹി വെറുതെ ചോദിക്കുന്നതല്ലേ. കിരൺ ചേട്ടനകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോവാം. അകത്തേക്ക് വരുന്നില്ല, പക്ഷേ ഒരു ചായ ആവാം. അമ്മേ, അവിടെ വെച്ച് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. താങ്ക്സ് കിരൺ ചേട്ടാ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. നന്ദിയിടുന്ന ആവശ്യമില്ലടോ. നമുക്കിടയിൽ എന്തോന്ന് താങ്ക്സ്. പ്രത്യേകിച്ച് നമ്മൾ ഇനിയും കാണാനുള്ളവരല്ലേ. ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാ ഞാൻ കാണുന്നത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ചിന്നുവിനെ കാണാനും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതുമൊക്കെ.